ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ചിക്കൻ സ്റ്റൂ എന്ന് വെച്ചാൽ അത് എരിവൊന്നുമില്ലാത്ത റെസിപ്പി ആയതുകൊണ്ട് എരിവ് ഇഷ്ടമില്ലാത്തവർക്കും പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതേ മസാല ഒന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ മസാല ഒക്കെ ആയിട്ടല്ലേ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യാസമായിട്ട് അധികം സ്പൈസ് ഒന്നും ഇല്ലാതെ ഇടയ്ക്കൊക്കെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2-3 ഏലക്കായ, പിന്നെ 2-3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ബേ ലീഫൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 2 സവാളയാണ് വേണ്ടത്. മീഡിയം സൈസിലെ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എരിവൊന്നും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു അര കിലോയിൽ കൂടുതലുണ്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കന് ഒരു 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ചൊന്നും ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ പീസായിട്ടല്ല, ഒരു കുറച്ച് വലിയ പീസായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് വേവാൻ ആവശ്യമുള്ള 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് നമ്മളിത് വേവിക്കുന്നത്. 2 കപ്പ് രണ്ടാം പാലാണിത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിൽ നിന്ന് തന്നെ ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അതിൽ നിന്ന് എടുത്തിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. കറിക്കൊന്ന് കുറച്ചൊരു തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2-3 പീസ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10-12 കാഷ്യൂ ആണ്. കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരത്തെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. കുതിർത്തില്ലെങ്കിലും അരക്കാം, പക്ഷെ കുതിർത്ത ഒന്നും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതൊഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 1/4 പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1-ാം പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ തിളച്ച് വരണ്ട, നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പതച്ചിട്ട് വന്നാൽ മതി. സൈഡൊക്കെ ഒന്ന് ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അത്ര തന്നെ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഈ ടൈമിൽ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടൊന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യണമെന്നില്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാഷ്യൂ കിസ്മിസൊക്കെ. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ സ്റ്റൂ കറക്റ്റ് പാകമായിട്ടുണ്ട്, അത്യാവശ്യം തിക്കൊക്കെ ആയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുന്നതോറും കുറച്ചുകൂടെ കട്ടിയാവും. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ വെള്ളപ്പം, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എരിവൊന്നും അത് ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.